നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൽദായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം കാലം ചെയ്തു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിടവാങ്ങുന്നത് ആത്മീയാചാര്യൻ, സഭാതലവൻ, സാംസ്കാരിക നേതാവ്, സഭാചരിത്ര ഗവേഷകൻ, ഗ്രന്ഥകർത്താവ്, സുറിയാനി ഭാഷാപ്രേമി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹായിടയൻ. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ രാവിലെ നടത്താൻ നിശ്ചയിച്ചിരുന്ന ക്ഷേത്ര ദർശനം ഉച്ചയ്ക്ക് നടത്തിയാണ് മടങ്ങിയത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ചത്തെ സൂചനാ ബസ് സമരത്തിന് മാറ്റമില്ല. സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുമായി മുന്നോട്ടു പോകുന്നത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 22 മുതൽ അനിശ്ചിതകാല പണിമുടക്കെന്നും സമരസമിതി. മന്നലാകുന്നിലെ വെള്ളക്കെട്ട് നിർമ്മാർജ്ജനം എങ്ങുമെത്തിയില്ല. ഞായറാഴ്ച രാത്രിയിലുണ്ടായ മഴയിൽ സർവീസ് റോഡിൽ വെള്ളം കയറി ഗതാഗതം നിലച്ചു. പ്രദേശത്തെ വീടുകളിലുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. BJPയുടെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വാർത്തകൾ വിശദമായി. കൽദായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആത്മീയാചാര്യൻ, സഭാതലവൻ, സാംസ്കാരിക നേതാവ്, സഭാചരിത്ര ഗവേഷകൻ, ഗ്രന്ഥകർത്താവ്, സുറിയാനി ഭാഷാപ്രേമി എന്നിങ്ങനെ ബഹുമുഖ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു മാർ അപ്രേം മെത്രാപ്പോലീത്ത. 64 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ 56 വർഷം ഭാരതസഭയെ നയിച്ചു. തൃശൂർ കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംദാന പള്ളി ഇടവകയിലെ മൂക്കൻ കുടുംബത്തിൽ ദേവസിയുടെയും പരപ്പുള്ളി കൊച്ചുമറിയത്തിന്റെയും 10 മക്കളിൽ 4ാമനായി 1940 ജൂൺ 13 ജോർജ് ഡേവിസ് മൂക്കൻ എന്ന മാർ അപ്രേം മെത്രാപ്പോലീത്ത ജനിച്ചത്. യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ്, ന്യൂയോർക്ക് യൂണിയൻ തിയോളജിക്കൽ സെമിനാരി, പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരി എന്നിവിടങ്ങളിൽ നിന്നാണ് ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയത്. 1961 ജൂൺ 25 ഷെമ്മാശപ്പട്ടം സ്വീകരിച്ചു. 26ാം ജന്മദിനത്തിൽ 1965 ജൂൺ 13 കശീശാപട്ടം സ്വീകരിച്ചു. 1968 സെപ്റ്റംബർ 21 എപ്പിസ്കോപ്പയായും ഒരാഴ്ചയ്ക്ക് ശേഷം 29 മെത്രാപ്പോലിത്തയായും ഇറാഖിലെ പ്രസിദ്ധമായ മാർ സയ്യ കത്തീഡ്രലിൽ വെച്ച് സ്ഥാനാരോഹണം ചെയ്തു. ഭാരതസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ മെത്രാനായിരുന്നു. 1968 ഒക്ടോബർ 26 ഇന്ത്യയിൽ തിരിച്ചെത്തി സഭയുടെ ഭരണ ചുമതല ഏറ്റെടുത്തു. 2015 മാറന്മാർ ദിൻഹ 4ാമൻ പാത്രിയാർക്കീസ് കാലം ചെയ്തതിനെ തുടർന്ന് പുതിയ പാത്രിയാർക്കീസ് തിരഞ്ഞെടുപ്പ് വരെ 6 മാസത്തോളം ആഗോളതലവനായി സഭയെ നയിച്ചു. 70ലധികം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. യാത്രാവിവരണം, നർമ്മഭാവന, സഭാചരിത്രം തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ളവയാണ് ഗ്രന്ഥങ്ങൾ. മദ്രാസിലെ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളും തൃശൂരിലെ കാൽഡിയൻ കോളേജും സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. എഴുത്തിലെന്ന പോലെ സംഗീതത്തിലും അദ്ദേഹം തൽപരനായിരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ചത്തെ സൂചനാ ബസ് സമരത്തിന് മാറ്റമില്ല. സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുമായി മുന്നോട്ടു പോകുന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, വ്യാജ കൺസെഷൻ കാർഡ് തടയുക, 140 കിലോമീറ്റർ അധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരപ്രഖ്യാപനം. ഒരാഴ്ചയ്ക്കുള്ളിൽ തുടർ ചർച്ചകൾ നടത്തി പരിഹാരമുണ്ടായില്ലെങ്കിൽ 22-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ രാവിലെ നടത്താൻ നിശ്ചയിച്ചിരുന്ന ക്ഷേത്ര ദർശനം ഉച്ചയ്ക്കാണ് നടത്തിയത്. തിങ്കളാഴ്ച രാവിലെ 8:50 ഉപരാഷ്ട്രപതിയുടെ ക്ഷേത്ര ദർശനം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ രാവിലെ മുതലുള്ള കനത്ത മഴയെ തുടർന്ന് പ്രതികൂലമായ കാലാവസ്ഥയായതിനാൽ രാവിലത്തെ ദർശനം ഒഴിവാക്കി. ഉപരാഷ്ട്രപതിയുമായി വന്ന ഹെലികോപ്റ്റർ തിരിച്ചു മടങ്ങിയിരുന്നു. പിന്നീട് കൊച്ചിയിലെ ചടങ്ങിൽ പങ്കെടുത്ത അദ്ദേഹം കാലാവസ്ഥ അനുകൂലമായതോടെ ഉച്ചയ്ക്ക് തിരികെ ദർശനത്തിനെത്തി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ ഭാര്യ ഡോക്ടർ സുധേഷ് ധൻകറിനൊപ്പം എത്തിയ ഉപരാഷ്ട്രപതിയെ മുരളി പെരുന്നെല്ലി MLA,
ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, അഡീഷണൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ സി ബിനു, കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഉച്ചയ്ക്ക് 12:45 ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് വ്യോമസേന ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ഉപരാഷ്ട്രപതി റോഡ് മാർഗം തെക്കേനടയിലെ ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തി. ഉപരാഷ്ട്രപതിയെയും പത്നിയെയും NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ഭരണസമിതി അംഗങ്ങളായ മനോജ് B നായർ, C മനോജ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ദേവസ്വം ചെയർമാൻ ഉപരാഷ്ട്രപതിയെ ഷോൾ അണിയിച്ചു. തുടർന്ന് അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ഉപരാഷ്ട്രപതി തെക്കേനടയിലൂടെ ക്ഷേത്ര ദർശനത്തിനെത്തി. ഉച്ചയ്ക്ക് 1:35 ക്ഷേത്രത്തിൽ ദർശനത്തിനായി കയറിയ ഉപരാഷ്ട്രപതി 1:48 തിരിച്ചിറങ്ങിയത്. ശേഷം ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ നിന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഉപരാഷ്ട്രപതിയും പത്നിയും മടങ്ങി. കനത്ത സുരക്ഷയാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സജ്ജീകരിച്ചിരുന്നത്. രാവിലത്തെ ദർശനം മുടങ്ങിയതിനാൽ ആളുകളെ ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റിവിടാൻ തുടങ്ങിയിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് എത്തുമെന്ന വിവരം കിട്ടിയതോടെ ഭക്തജനങ്ങളെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് വീണ്ടും നിർത്തിവെക്കുകയായിരുന്നു. ചാവക്കാട് ആശുപത്രി റോഡിൽ പാടത്തേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞു. ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടു. ചാവക്കാട് ആശുപത്രി റോഡിൽ കോഴിക്കുളങ്ങര ക്ഷേത്ര പരിസരത്തെ പാടത്തായിരുന്നു അപകടം. തിങ്കളാഴ്ച രാവിലെ 7-നാണ് സംഭവം. ബ്ലാങ്ങാട് സ്വദേശി ബിനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. മന്നലാംകുന്നിലെ വെള്ളക്കെട്ട് നിർമ്മാർജ്ജനം എങ്ങുമെത്തിയില്ല. ഞായറാഴ്ച രാത്രിയിലുണ്ടായ മഴയിൽ സർവീസ് റോഡിൽ വെള്ളം കയറി ഗതാഗതം നിലച്ചു. പ്രദേശത്തെ വീടുകളിലുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ മന്നലാംകുന്ന് പ്രദേശത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുവേണ്ടി 2ാം തവണയും NK അക്ബർ MLAയുടെയും സബ് കളക്ടർ അഖിൽ V മേനോന്റെയും നേതൃത്വത്തിൽ യോഗം ചേരുകയും പ്രശ്നബാധിത പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. മന്നലാംകുന്നിലെ ചക്കോലയിൽ റോഡ്, AKG റോഡ്, അല്ലമീൻ റോഡ് എന്നിവിടങ്ങളിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് മൂലം നിരവധി വീടുകൾ ദുരിതത്തിലായിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണം തുടങ്ങിയതിനു ശേഷം മഴക്കാലമായാൽ പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പലരുടെയും വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണ്. എല്ലാ തവണയും സംഭവ സമയം അധികൃതർ എത്തി ഉടൻ ശരിയാക്കാം എന്ന് പറഞ്ഞു പോവുകയല്ലാതെ വെള്ളക്കെട്ട് നിർമ്മാർജ്ജനത്തിനുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാറില്ല. കഴിഞ്ഞ മാസം പെയ്ത മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്നുണ്ടായ പരാതിയിൽ ദേശീയപാത ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം NK അക്ബർ MLA, സബ് കളക്ടർ അഖിൽ V മേനോൻ എന്നിവർ വിളിച്ചിരുന്നു. പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് 3 റോഡുകളും സന്ദർശിച്ച ശേഷം ചക്കോലയിൽ റോഡിൽ ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കാന നിർമ്മിക്കുന്നതിനും റോഡിന്റെ അവസാന ഭാഗത്ത് കനോലി കനാലിനോട് ചേർന്നുള്ള പഞ്ചായത്തിന്റെ മണ്ണ് റോഡിൽ കാന MLA ഫണ്ടിൽ ഉൾപ്പെടുത്തിയും നിർമ്മിക്കാൻ ധാരണയായിരുന്നു. ജില്ലാ കളക്ടർ, പ്രോജക്ട് ഡയറക്ടർ എന്നിവരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാൻ സബ് കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഒരു പ്രവൃത്തികളും നടത്തിയില്ല. തുടർച്ചയായി 3 ദിവസം വലിയ മോട്ടോർ പമ്പ് സെറ്റ് വെച്ചാണ് വെള്ളം വറ്റിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ മോട്ടോർ അടിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാനോ അവരുടെ വാഹനങ്ങൾ പുറത്തിറക്കുവാനോ കഴിയാത്ത അവസ്ഥയാണ്. ഇതുമൂലം കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞുവിടാനും കഴിഞ്ഞിട്ടില്ല. ഇനി വെള്ളം വറ്റുന്നത് വരെ എന്ത് ചെയ്യും എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ ചാവക്കാട് പോലീസ് പിടികൂടി. തളിക്കുളം എടശ്ശേരി സ്വദേശി മണക്കാട്ടുപടി വീട്ടിൽ സിജിൽ രാജിനെയാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CL ഷാജുവിന്റെയും ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ VV വിമലിന്റെയും മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ മാസം ചാവക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി വന്ന നാട്ടുകാരായ യുവാക്കളെ സംഘം ചേർന്ന് മർദ്ദിച്ച കേസിലാണ് അറസ്റ്റ്. മറ്റു പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്വേഷണ സംഘത്തിൽ ചാവക്കാട് SI ശരത് സോമൻ, പോലീസുകാരായ അനീഷ്, പ്രദീപ്, രജിത്ത് എന്നിവരും ഉണ്ടായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിൽ ഇന്നും പ്രതിഷേധ പരമ്പര. BJPയുടെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
ആരോഗ്യമേഖലയെ തകർക്കുന്ന ഇടതു സർക്കാരിനെതിരെ പ്രതിഷേധിക്കുക, ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് BJP മെഡിക്കൽ കോളേജ് മാർച്ച് നടത്തിയത്. അത്താണി സെന്ററിൽ നിന്നാരംഭിച്ച മാർച്ച് മെഡിക്കൽ കോളേജ് പരിസരത്ത് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു. പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സാധാരണക്കാരന് അത്താണിയാകേണ്ട ആതുരാലയങ്ങൾ ഇന്ന് അവന്റെ ജീവനെടുക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കേരളം വീണ പതിറ്റാണ്ടിന്റെ ഫലമാണ് എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ 10 വർഷവും ഭരിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ കേരള സർക്കാരിന് ഇവിടുത്തെ സാധാരണക്കാരന്റെ വേദനകളെ കുറിച്ച് ഒരു ബോധവുമില്ല. അവർക്ക് കൊണ്ടുവരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ പോലും നടപ്പിലാക്കാതിരിക്കുവാനുള്ള തത്രപ്പാടിലാണ് കേരള സർക്കാർ. അവനവന്റെ സുഖ സൗകര്യത്തിനായിട്ട് വലിയ രീതിയിൽ ഖജനാവിൽ നിന്ന് കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഈ സർക്കാരിന് എന്തുണ്ട് ജനസമക്ഷം വെക്കുവാനായിട്ട്? നേതാക്കളായ നിത്യസാഗർ, KN വിനയകുമാർ, രേഷ്മ സുനിൽ, PK മണി, PR രാജകുമാർ, VC ഷാജി, ഗിരീഷ് കുമാർ കടവത്ത്, NB ഉല്ലാസ്, വിപിൻ കൂടിയേടത്ത്, KS രാജേഷ്, KK രഞ്ജിത്ത്, ബിജീഷ് ഭാസ്കർ തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ സ്ഥാപക പിതാവായ കാട്ടുമങ്ങാട് അബ്രഹാം മാർ കുർലോസ് വലിയ ബാവയുടെ 223ാമത് ഓർമ്മ പെരുന്നാളിന് സഭാസ്ഥാനമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദൈവാലയത്തിൽ കൊടിയേറി. സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത കൊടിയേറ്റ് നിർവഹിച്ചു. ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷം. തിരുനാളിനോടനുബന്ധിച്ച് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ മലങ്കര യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മാർ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് സ്വീകരണം നൽകും. പൊതുസദ്യയും ഉണ്ടായിരിക്കും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മെത്രാപ്പൊലീത്ത പ്രധാന കാർമ്മികത്വം വഹിക്കും. ഇടവക വികാരിയും സഭാ വൈദിക ട്രസ്റ്റിയുമായ ഫാദർ തോമസ് കുര്യൻ, സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു, അൽമായ ട്രസ്റ്റി ഗീവർമാണി, ഇടവക സെക്രട്ടറി ബാബു CV, ട്രഷറർ റെജി KS എന്നിവർ നേതൃത്വം നൽകും. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകരെ ആദരിച്ചു. ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാലയുടെയും താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെയും ഭാരവാഹിയായും ദീർഘകാലമായ ഗ്രന്ഥശാല സംഘ പ്രവർത്തകനായ ഇരിങ്ങപ്പുറം കർണങ്കോട്ട് വിജയൻ മാസ്റ്റർ, തമ്പുരാൻപടി വായനശാലയിലെ മുതിർന്ന പ്രവർത്തകനായ K. ഭാസ്കര പണിക്കർ, മുൻ ഗുരുവായൂർ MLAയും സാംസ്കാരിക പ്രവർത്തകനുമായ KV അബ്ദുൽ ഖാദർ എന്നിവരെയാണ് ആദരിച്ചത്. ചടങ്ങിൽ ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP വിനോദ് അധ്യക്ഷനായി. സെക്രട്ടറി KR വിശ്വംഭരൻ, സംസ്ഥാന സമിതി അംഗം TB ശാലിനി, TT ശിവദാസ്, നഗരസഭാ കൗൺസിലർ ദീപ ബാബു, ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാല സെക്രട്ടറി TS ഷെനിൽ, TB ദയാനന്ദൻ, N. നാരായണൻ എന്നിവർ സംസാരിച്ചു. കോവിഡ് കാലം കലാകാരനാക്കിയ മുണ്ടറക്കോട് ചന്ദ്രൻ ഓട്ടൻതുള്ളലിൽ അരങ്ങേറ്റം നടത്തി. കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് അരങ്ങേറ്റം. ബാല്യകാലത്ത് തുടക്കമിട്ട കലകൾ കോവിഡ് കാലത്ത് പൊടിതട്ടിയെടുത്ത ശ്രദ്ധേയനാണ് ഗുരുവായൂർ സ്വദേശി മുണ്ടറക്കോട് ചന്ദ്രൻ. അസുരവാദ്യമായ ചെണ്ടയിലൂടെ അരങ്ങേറ്റം കുറിച്ച് മൃദംഗം, ഉടുക്ക്, മുഖർശംഖ്, ഓടക്കുഴൽ എന്നീ വാദ്യോപകരണങ്ങളിൽ വൈദഗ്ധ്യം തെളിയിച്ചു. സാഹിത്യരംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ ബഹുമുഖ പ്രതിഭയുടെ തൂലികയിൽ 2 നോവലുകളും 1 കവിതയും 1 നാടകവും പിറവിയെടുത്തു. കോവിഡിലെ അടച്ചുപൂട്ടലിൽ മിക്കവരും വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ ചന്ദ്രൻ ആ സമയം എഴുത്തിനും കലയ്ക്കുമായി നീക്കിവെക്കുകയായിരുന്നു. പ്രായം തളർത്താത്ത മനസ്സുമായി 65ന്റെ നിറവിലാണ് ഓട്ടൻതുള്ളൽ പഠിക്കാൻ മോഹം തോന്നിയത്.
2.5 വർഷത്തെ കഠിന പ്രയത്നത്തിനൊടുവിലാണ് കണ്ണനു മുന്നിൽ അരങ്ങേറ്റം കുറിച്ചത്. ആഗ്രഹം സഫലീകരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് ചെറുപ്പം മുതൽക്കേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. കലയോട് വളരെ താല്പര്യമാണ്. ചെറുപ്പം മുതൽക്കേ നല്ല താല്പര്യമാണ് കലയോട്. എല്ലാം പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഒന്നിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരു 5 എണ്ണം കഴിഞ്ഞു. ചെണ്ടയിൽ നിന്നാണ് തുടങ്ങിയത് ആദ്യം. ചെണ്ട, ഉടുക്ക്, മൃദംഗം, ഫ്ലൂട്ട്, മോർസിങ്, ഈ 5 എണ്ണം ഞാൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഓട്ടംതുള്ളൽ പഠിക്കാനത് ആഗ്രഹം പഠിച്ചപ്പോൾ ഓട്ടംതുള്ളലും പഠിച്ചു. ഓട്ടംതുള്ളൽ പഠിച്ചതിൻ്റെ അരങ്ങേറ്റാണ് ഇപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്നത്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച മാതിരിയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ വജ്രജൂബിലി ഫെല്ലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയിൽ നിന്നാണ് പരിശീലനം പൂർത്തിയാക്കിയത്. മെയ് വഴക്കത്തിൽ പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ടെങ്കിലും പാഠഭാഗങ്ങൾ കൃത്യതയോടെ എഴുതിയെടുത്ത് മികച്ച പഠിതാവാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്ന് പരിശീലക കലാമണ്ഡലം ശരണ്യ സുബ്രഹ്മണ്യൻ പറഞ്ഞു. ചന്ദ്രേട്ടൻ എല്ലാ ടീച്ചേഴ്സിന്റെയും ഡ്രീം സ്റ്റുഡന്റ് ആണ്. നമ്മള് ഒരു കാര്യം പഠിച്ചു വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ പഠിച്ചു വന്ന് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ചില മെയ് വഴക്കങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളായിട്ട് വരാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്ത് വെച്ച് പിറ്റത്തെ ക്ലാസ്സിൽ വരുമ്പോൾ അത് വളരെ വൃത്തിക്ക് കൃത്യമായിട്ട് ചെയ്തു വരാൻ എഫേർട്ട് ഇടുന്നവരാണ്. കല്യാണ സൗഗന്ധികം കഥയാണ് മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിച്ചത്. ആസ്വാദകരെ കൊണ്ട് ഓഡിറ്റോറിയം തിങ്ങി നിറഞ്ഞിരുന്നു. കലാമണ്ഡലം ശരണ്യ സുബ്രഹ്മണ്യൻ, കലാമണ്ഡലം ശരത്ലാൽ, കലാമണ്ഡലം അനിരുദ്ധ് എന്നിവർ പക്കമേളമൊരുക്കി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലിശ്ശേരി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും വ്യാപാരികളുടെ മക്കൾക്കുള്ള അനുമോദനവും PP ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MM അഹമ്മദ് ഉണ്ണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ, സംസ്ഥാന കൗൺസിൽ അംഗം ഷമീർ വൈക്കത്ത്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷബീർ മദീന, യൂണിറ്റ് ട്രഷറർ ബിനോയ് ഡേവിഡ്, രക്ഷാധികാരി ഇബ്രാഹിംകുട്ടി, സെക്രട്ടറി റഫീഖ് ഫാസ് എന്നിവർ സംസാരിച്ചു. മലയാള മാസപ്പിറവി ദിനമായ ചിങ്ങം 1 ഗുരുവായൂരിൽ നടത്തുന്ന ചിങ്ങ മഹോത്സവത്തിന് 251 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. 200ഓളം മേള കലാകാരന്മാർ മാറ്റുരയ്ക്കുന്ന മഞ്ചുളാൽത്തറ മേളം, 500ഓളം ഐശ്വര്യവിളക്ക് സമർപ്പണം, ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാര വിതരണം, പഞ്ചവാദ്യവും കലാരൂപങ്ങളുമായി ഭക്തജന ഘോഷയാത്ര, സമുദായ സമന്വയ ജ്യോതി തെളിയിക്കൽ, കൊടിയേറ്റം എന്നിവയുമായി വിപുലമായി ചിങ്ങ മഹോത്സവം ആഘോഷിക്കും. രുക്മിണി റിജൻസയിൽ ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് പദ്ധതി വിവരണവും സെക്രട്ടറി അനിൽ കല്ലാറ്റ് പ്രമേയവും അവതരിപ്പിച്ചു. വിവിധ സംഘടനാ സാരഥികളായ IP രാമചന്ദ്രൻ, ബാലൻ വാറനാട്ട്, ഗുരുവായൂർ ജയപ്രകാശ്, ജയറാം ആലക്കൽ, മധു K നായർ തുടങ്ങിയവർ സംസാരിച്ചു. ജന്മദിനത്തിൽ ഇനി കൂട്ടുകാർക്കും അധ്യാപകർക്കും വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മുട്ടായി വിതരണമില്ല. പകരം താല്പര്യമുള്ളവർക്ക് ഉച്ചഭക്ഷണത്തോടൊപ്പം പായസമോ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു അധിക വിഭവമോ ഒരുക്കി നൽകാം. കുന്നംകുളം ഗവൺമെന്റ് LP സ്കൂളിൽ ചേർന്ന അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും യോഗമാണ് ഈ മാതൃകാ തീരുമാനം എടുത്തത്. ഇതിനു പുറമെ താല്പര്യമുള്ളവർക്ക് ജന്മദിനത്തിൽ സ്കൂൾ ലൈബ്രറിയിലേക്ക് ഒരു പുസ്തകം സംഭാവനയായി നൽകുകയോ സ്കൂൾ അങ്കണത്തിൽ ഒരു മരം നടുകയോ ചെയ്യാം. സ്കൂളിലെ പുതിയ PTA പ്രസിഡന്റായി ടിജിൻ ജോൺ, വൈസ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, MPTA പ്രസിഡന്റ് ജനിത, വൈസ് പ്രസിഡന്റ് സജിത, SMC ചെയർമാൻ ആൽവിൻ പോൾ, വൈസ് ചെയർമാൻ അനിൽകുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഹെഡ് മിസ്ട്രസ് VK സുജ, അധ്യാപകരായ A ശ്രീജ, VR സവിത, PR പ്രീത, പ്രവീണ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫോറസ്ട്രി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വനമഹോത്സവം ആഘോഷിച്ചു. വിദ്യാർത്ഥികൾ സ്കൂളിലെ വിദ്യാവനം സന്ദർശിക്കുകയും വനസംരക്ഷണ പ്രതിജ്ഞ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. പ്രകൃതി സംരക്ഷണത്തെ ആസ്പദമാക്കിയ പോസ്റ്റർ പ്രദർശനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിവിധതരം വൃക്ഷങ്ങളുടെ ദൃശ്യാവിഷ്കാരവും നടത്തി. മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OIC, അഡ്വക്കേറ്റ് മാത്യു ചാക്കപ്പൻ എന്നിവർ സന്ദേശം നൽകി. ആൻഡ്രിയ റോജൻ തോമസ് സ്വാഗതവും പാർവണ നന്ദിയും പറഞ്ഞു.
നിയമപാലകർക്ക് മഴയിൽ നിന്നും രക്ഷ നേടാനായി ഗുരുവായൂർ ലയൺസ് ക്ലബ് മഴക്കോട്ടുകൾ നൽകി. ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ആവശ്യമായ മഴക്കോട്ടുകളാണ് നൽകിയത്. SI CK ഷാജു ഏറ്റുവാങ്ങി. ക്ലബ് പ്രസിഡന്റ് സന്തോഷ് ജാഗ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി OT സൈമൺ, ട്രഷറർ KB ഷൈജു, ജോയിന്റ് ക്യാബിനറ്റ് സെക്രട്ടറി ശിവദാസ് മുല്ലപ്പള്ളി, പോളി ഫ്രാൻസിസ്, CD ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ചിറനല്ലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെ മതബോധന വിദ്യാർത്ഥികൾക്ക് കൂനമുച്ചി സത്സംഗിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള കൈപ്പുസ്തകം സമ്മാനമായി നൽകി. വികാരി ഫാദർ മനോജ് താണിക്കൽ, സ്കൂൾ ലീഡർ CT അർണോൾഡിന് പുസ്തകം കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ലീന ഷാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രിൻസിപ്പാൾ ആൽഫ്രഡ് പോൾ തരകൻ, സെക്രട്ടറി സീന ബെന്നി എന്നിവർ സംസാരിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും സത്സംഗ് ചെയർമാനുമായ PJ സ്റ്റൈജു പുസ്തകം പരിചയപ്പെടുത്തി. വിദ്യാർത്ഥി പ്രതിനിധി ജോത്സ്ന ജോസ് നന്ദി പറഞ്ഞു. വരും ദിവസങ്ങളിൽ തൃശൂർ അതിരൂപതയിലെ തെരഞ്ഞെടുക്കപ്പെട്ട മതബോധന വിദ്യാലയങ്ങളിൽ പുസ്തകം സൗജന്യമായി നൽകുമെന്ന് സത്സംഗ് ഭാരവാഹികൾ അറിയിച്ചു. പ്രശസ്ത സിനിമാ നാടക നടൻ ശിവജി ഗുരുവായൂരിന്റെ സഹോദരൻ പാടി അഭിനയിച്ച വീഡിയോ ആൽബം തെക്കേലെ കൊച്ചമ്പ്രാട്ടിയുടെ പ്രകാശനം ശിവജി ഗുരുവായൂരിന്റെ ജ്യേഷ്ഠൻ ശശിധരൻ പ്രകാശനം നിർവഹിച്ചു. ശിവജി ഗുരുവായൂർ അധ്യക്ഷനായിരുന്നു. സുരേഷ് തയ്യൂർ ഗാനരചനയും സംഗീതവും നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് സഹോദരൻ വിനയനാണ്. സംവിധാനം തിലകൻ വെങ്കിടങ്ങ്, ക്യാമറ ജുബിൻ, എഡിറ്റിംഗ് സിൻഡോ ഡേവിഡും നിർവഹിച്ചു. കാർത്തിയേനി ക്രിയേഷൻസ് ആണ് നിർമ്മാണം. ശിവജി ഗുരുവായൂർ, രേണു സുധി, വിനയൻ തുടങ്ങി നിരവധി യുവ കലാകാരന്മാരാണ് ഈ ആൽബത്തിൽ അണിനിരന്നിട്ടുള്ളത്. സ്നേഹക്കൂടിൽ നടന്ന ചടങ്ങിൽ നിരവധി കലാകാരന്മാർ പങ്കെടുത്തു. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിമാസ പുസ്തക ചർച്ച നടന്നു. വായനശാല ഹാളിൽ പ്രമുഖ ചിന്തകനും പ്രഭാഷകനുമായ സുനിൽ P. ഇളയിടത്തിന്റെ അലയടിക്കുന്ന വാക്ക് എന്ന പുസ്തകത്തെ സംബന്ധിച്ചായിരുന്നു ചർച്ച നടത്തിയത്. ചരിത്രത്തെ വൈരുദ്ധ്യാത്മകമായ ഭൗതികവാദത്തിന്റെ രീതിശാസ്ത്രം ഉപയോഗിച്ച് രചിക്കപ്പെട്ട മാർക്സിയൻ ചിന്താ പദ്ധതിയെ വ്യത്യസ്ത കോണിൽ നിന്നും സമീപിക്കുന്ന പുസ്തകമാണ് സുനിൽ P. ഇളയിടത്തിന്റെ അലയടിക്കുന്ന വാക്ക് എന്ന് പ്രൊഫസർ KB റോയ് മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. സമകാലിക വിഷയവുമായി ചേർത്താണ് അദ്ദേഹം പുസ്തക പരിചയം നടത്തിയത്. തുടർന്ന് നടന്ന ചർച്ചയിൽ ബക്കർ അരിയന്നൂർ, PA ദിനുദാസ്, മഞ്ജുഷ സുരേഷ്, കറുപ്പൻ പറമ്പിൽ, ഉണ്ണികൃഷ്ണൻ വാര്യത്ത് എന്നിവർ പങ്കെടുത്തു. പുന്നൂർകുളം കുമരങ്കോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന കുട്ടൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി വെങ്കിടേഷ് സ്വാമി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാലത്ത് ഗണപതി ഹോമം, അഭിഷേകങ്ങൾ, നവകം, പഞ്ചഗവ്യം, അഭിഷേകം എന്നിവ നടത്തി. തുടർന്ന് സ്കന്ദപുരി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടത്തി. അമ്മു കുഞ്ഞൻ, പുഷ്പചന്ദ്രൻ എന്നിവർ പാരായണം ചെയ്തു. ക്ഷേത്രം ഭാരവാഹികളായ CP രാജൻ, P. വത്സലൻ, TA കുമാരൻ, അജയൻ കാരയിൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. 1000-ലധികം പേർ പങ്കെടുത്തു. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള 17-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം AICC അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. കൂനമുച്ചി പള്ളിക്ക് എതിർവശത്ത് നടന്ന കുടുംബസംഗമത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ പൂലോത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, ബ്ലോക്ക് ഭാരവാഹികളായ ജെയ്സൺ ചാക്കോ, CJ ജെയിംസ്, മഹിളാ കോൺഗ്രസ് നേതാവ് ഷാജിദ മുസ്തഫ, കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് നെൽസൺ തോമസ്, പ്രോഗ്രാം കൺവീനർ ഷിഹാസ് പുതുവീട്ടിൽ എന്നിവർ സംസാരിച്ചു. മോട്ടിവേഷൻ സ്പീക്കർ ഷാജൻ മാറോക്കി ക്ലാസിന് നേതൃത്വം നൽകി. വാർഡ് ഭാരവാഹികളായ TV ഡേവിസ്, PP അനൂപ്, TT സിൻഡോ റോജേഷ് എന്നിവർ നേതൃത്വം നൽകി. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം 9-ാം വാർഡിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും കുടുംബസംഗമവും നടന്നു. യോഗത്തിന് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് KJ ജോണിന്റെ അധ്യക്ഷതയിൽ പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അവാർഡ് ദാനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, വാർഡ് മെമ്പർ സെബീന റിറ്റോ, ബൂത്ത് പ്രസിഡന്റ് MK രാജൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജൂലൈ 9-ന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ ചാവക്കാട് വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. മടേക്കടവിൽ CITU ഏരിയ സെക്രട്ടറി AS മനോജ് ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി KS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ പ്രസിഡന്റ് KM അലി, CPM മണത്തല ലോക്കൽ സെക്രട്ടറി AA മഹേന്ദ്രൻ, CITU ഏരിയ കമ്മിറ്റി അംഗം KK മുബാറക്, മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് TM ഹനീഫ, CPI ലോക്കൽ സെക്രട്ടറി AA ശിവദാസൻ എന്നിവർ സംസാരിച്ചു. സമാപന പൊതുയോഗം കോട്ടപ്പുറം സെന്ററിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗം RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. തിരുവത്ര ലോക്കൽ കമ്മിറ്റി അംഗം KM ഷെഫീഖ് അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ കമ്മിറ്റി അംഗം KA ഷമീർ, CITU ജില്ലാ കമ്മിറ്റി അംഗം റീന കരുണൻ, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PP രണദേവ്, പ്രസന്ന രണദേവ് എന്നിവർ സംസാരിച്ചു.
ഗുരുവായൂർ IMAയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർക്ക് ആദരമൊരുക്കി. ഗോകുലം പാർക്കിൽ നടന്ന ആദര ചടങ്ങ് മുതിർന്ന ഡോക്ടർ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. IMA പ്രസിഡന്റ് C ശശികുമാർ പ്രഭാഷണം നടത്തി. സീനിയർ ഡോക്ടർ ബീന സുഗതനെ ആദരിച്ചു. സാമൂഹ്യ സേവന രംഗത്തെ പ്രവർത്തനങ്ങൾക്കും ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനുമായി ഇൻസൈറ്റ് സ്പെഷ്യൽ സ്കൂൾ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകയും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഫാരിദ ടീച്ചറെയും ആദരിച്ചു. IMA സെക്രട്ടറി ഡോക്ടർ തുളസീദേവി, ഡോക്ടർമാരായ രോഹിത്, ഷൗജാദ് മുഹമ്മദ്, സുജാത മുരളി എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ പഴവൂർ വടക്ക് തെക്ക് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ SSLC +2 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. VSS വായനശാലയിൽ നടന്ന ചടങ്ങ് CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രേമതിലകൻ മാസ്റ്റർ, ജനപ്രതിനിധികളായ ഷെർലി ദിലീപ്, ആരിഫ സാബിർ, CPM ലോക്കൽ കമ്മിറ്റി അംഗം AS ചന്ദ്രൻ, ബ്രാഞ്ച് സെക്രട്ടറി EM അശോകൻ, ഡിവൈഎഫ്ഐ ഭാരവാഹികളായ AB നിജിൽ, റിൻഷാദ്, PS സുബില, EA ആദർശ്, AK കിഷോർ എന്നിവർ സംസാരിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം മങ്ങാട് വോൾഗ മണ്ഡപത്തിൽ നടന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി CD വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. MS സിദ്ധൻ അധ്യക്ഷനായി. S ബസന്തലാൽ, KB പ്രദീപ് കുമാർ, റീന കരുൺ, NK പ്രമോദ് കുമാർ, TK ശിവൻ, US കൃഷ്ണൻകുട്ടി, PA ഉണ്ണികൃഷ്ണൻ, CL തോമസ് എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്നും പിരിഞ്ഞുപോകുന്ന അജിത് കുമാർ, TR രാജൻ, PA ഉണ്ണികൃഷ്ണൻ, K വിനോദിനി, KP മദനൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. പൊതുയോഗം ഡോക്ടർ KD ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. PN സുരേന്ദ്രൻ, PS പ്രസാദ്, KM അഷ്റഫ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി സെക്രട്ടറി MS സിദ്ധൻ, പ്രസിഡന്റ് CL തോമസ്, ട്രഷറർ K ജ്യോതി എന്നിവരെ തെരഞ്ഞെടുത്തു. ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ചാലിശ്ശേരിയിൽ 4 തലമുറയുടെ ആയുർവേദ പൈതൃകത്തിലെ പാരമ്പര്യ വൈദ്യൻ CV മണികണ്ഠനെ ചാലിശ്ശേരി GCC ക്ലബ് ആദരിച്ചു. പാരമ്പര്യ ചികിത്സയിൽ തലമുറകളുടെ പാത പിന്തുടർന്ന മണികണ്ഠൻ വൈദ്യർ ആയിരങ്ങൾക്കാണ് ആശ്വാസം പകർന്നത്. ചാലിശ്ശേരി ഗ്രാമത്തിലെ അറിയപ്പെടുന്ന പാരമ്പര്യ വൈദ്യനായിരുന്ന പിതാവ് വാസുവൈദ്യരിൽ നിന്നാണ് ഏറെ ചെറുപ്രായത്തിൽ മണികണ്ഠൻ പാരമ്പര്യ ചികിത്സയുടെ ബാലപാഠങ്ങൾ പഠിച്ചത്. തുടർന്ന് കുന്നംകുളം പുതുശ്ശേരിയിൽ അച്ഛന്റെ അമ്മാവൻ കുഞ്ഞിപ്പു വൈദ്യരുടെ പക്കലെത്തി നീണ്ട 5 വർഷം ചികിത്സാരീതികളെക്കുറിച്ച് കണ്ടും കേട്ടും കുറിച്ചുവെച്ചും ചികിത്സാരീതികൾ പഠിച്ചു. വീട്ടിലെ ഒതുങ്ങിയിരിക്കുമ്പോൾ മരുന്നുകൾ കഴിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അന്ന് മരുന്ന് കഴിഞ്ഞ് ദഹനക്ഷമ കഴിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോഴൊക്കെ ഒരു പാഷനായി മാറിയത്. അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പോൾ എല്ലാവരും വിപണിയിൽ മരുന്ന് കഴിഞ്ഞൊക്കെ സുലഭമായി കിട്ടുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കഴിക്കുന്നുള്ളൊരു ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിതാവിന്റെ അറക്കലിലുള്ള നവോദയ വൈദ്യശാലയിലെത്തി മണികണ്ഠൻ മരുന്നുകൾ നൽകാനും മറ്റും കടയിൽ സജീവമായി. ചികിത്സയെ സേവനമാക്കി മാറ്റിയ 4 തലമുറകളുടെ പാരമ്പര്യം കൈമുതലാക്കി ഇദ്ദേഹം 1997 നവോദയ വൈദ്യശാലയുടെ മറ്റൊരു സ്ഥാപനം മെയിൻ റോഡ് സെന്ററിൽ ആരംഭിച്ചു. ഗ്രാമത്തിൽ അസാധ്യമെന്ന് തോന്നിയ രോഗങ്ങൾക്ക് വിശ്വാസം പകരുന്ന കേന്ദ്രമായി നവോദയ വൈദ്യശാല വളർന്നു. 4 തലമുറയായിട്ട് ഞങ്ങൾ വൈദ്യവൃത്തിയായിട്ട് മുന്നോട്ട് പോകുന്ന കുടുംബമാണ്. ഇപ്പോൾ ചാലിശ്ശേരി തന്നെ പാരമ്പര്യ വൈദ്യത്തിന് അവസാന കണ്ണി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തുടർന്ന് എൻ്റെ താഴെ അനിയന്മാരോ മറ്റുള്ള ഇതുവരെ പാരമ്പര്യ ചികിത്സയായിട്ട് കടന്നു വന്നിട്ടില്ല. ചാലിശ്ശേരി പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ പാരമ്പര്യ ചികിത്സാ രംഗത്ത് ഞങ്ങളുടെ കുടുംബം മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രകൃതിയോട് ചേർന്നുള്ള നവോദയ മണികണ്ഠൻ വൈദ്യരുടെ പ്രത്യേകമായ ചികിത്സാരീതികളെല്ലാം ഗ്രാമത്തിൽ വിശ്വാസത്തിന്റെ പ്രതീകമായി. വീട്ടിൽ മരുന്നുകൾ തയ്യാറാക്കുന്നതിന് സഹധർമ്മിണി ഷീലയുടെ സഹായവുമുണ്ട്. അപ്പോൾ അന്ന് മുതലേ കാണുന്നതാണ് അച്ഛൻ്റെ ചികിത്സാ രീതികളും കാര്യങ്ങളൊക്കെ. വീട്ടിൽ മരുന്നുകൾ തയ്യാറാക്കും. അതുപോലെ തന്നെ അച്ഛനെ കാണുന്ന പേഷ്യൻസ് കുറേ വരാറുണ്ട്. അപ്പോൾ അവരോടുള്ള ഇടപഴകലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അന്ന് മുതലേ നമുക്ക് കുറച്ചതിനെക്കുറിച്ചൊക്കെ ഏകദേശം പറയാൻ പറ്റില്ലെങ്കിലും കൂടി ഒരു ചെറിയൊരു അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞാനും മരുന്നുണ്ടാക്കാനും ഒക്കെ വീട്ടിൽ സഹായിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ആയാലും അതെ. ഇപ്പോൾ വീട്ടിൽ മരുന്ന് തയ്യാറാക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. മണികണ്ഠൻ ഇല്ലാത്ത സമയത്തും നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പൊതുരംഗത്തും മണികണ്ഠൻ വൈദ്യർ ഏറെ സജീവമാണ്. 2005-2010 കാലഘട്ടത്തിൽ പഞ്ചായത്ത് അംഗമായിരുന്നു.
GCC ക്ലബ്ബ് വൈസ് പ്രസിഡന്റ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ്, തുടർച്ചയായി 7 വർഷം സ്കൂൾ PTA അംഗവും 2 വർഷം വൈസ് പ്രസിഡന്റുമായി. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ്, കൃഷിഭവൻ ADC മെമ്പർ, മുലയംപറമ്പത്തുകാവ് അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി സെക്രട്ടറി എന്നീ നിലകളിൽ ഏറെ സജീവമാണ്. ഭാര്യ ഷീലയും 2010-15 കാലങ്ങളിൽ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. ചാലിശ്ശേരി മുല്ലയ്ക്കൽ വീട്ടിൽ വാസുവൈദ്യർ പാറുക്കുട്ടി ദമ്പതികളുടെ 5 മക്കളിൽ രണ്ടാമനായ മണികണ്ഠൻ നാടൻ കലാരംഗത്തും ഏറെ സജീവമാണ്. ആദർശ്, ആകാശ് എന്നിവർ മക്കളും അഖില മരുമകളുമാണ്. മണികണ്ഠന്റെ സേവന പ്രവർത്തനങ്ങൾ അംഗീകരിച്ചാണ് ആദരം. ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ, എക്സിക്യൂട്ടീവ് അംഗം ബഷീർ മാസ്റ്റർ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ ആദരിച്ചു. ഓൾ കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എരുമപ്പെട്ടി പഞ്ചായത്ത് യൂണിറ്റ് രൂപീകരിച്ചു. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മൊയ്തുണ്ണി കോട്ടയിൽ അധ്യക്ഷനായി. മെമ്പർഷിപ്പ് വിതരണം നടന്നു. യൂണിറ്റ് പ്രസിഡന്റായി PK അബ്ദുൽ മുത്തലിബ്, സെക്രട്ടറി ഡെന്നി ചുങ്കത്ത്, ട്രഷറർ MP കുര്യാക്കോസ്, വൈസ് പ്രസിഡന്റുമാരായി KA ഫരീദ് അലി, KA അബ്ബാസ്, ജോയിന്റ് സെക്രട്ടറിമാരായി KA സലീം, KB ഉമർ, PM മുഹമ്മദ് അലി എന്നിവരെ തെരഞ്ഞെടുത്തു. കേരള കർഷക സംഘം പന്നിത്തട മേഖലാ സമ്മേളനം PR ജയകൃഷ്ണൻ നഗറിൽ കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. MK ശശിധരൻ അധ്യക്ഷനായി. അർജുൻ എയ്യാൽ രക്തസാക്ഷി പ്രമേയവും KR രണേഷ് അനുശോചന പ്രമേയവും സെക്രട്ടറി V ശങ്കരനാരായണൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് KM നൌഷാദ്, PT ജോസഫ്, ജലീൽ ആദൂർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി MK ശശിധരൻ പ്രസിഡന്റ്, V ശങ്കരനാരായണൻ സെക്രട്ടറി, KR രണേഷ് കുമാർ ട്രഷറർ ആയും 21 അംഗ മേഖലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. സംഘാടക സമിതി ചെയർമാൻ ഫ്രാൻസിസ് കൊള്ളന്നൂർ സ്വാഗതവും സമ്മേളനത്തിന് KR രണേഷ് നന്ദിയും പറഞ്ഞു. അഗതിയൂർ DVM-LP സ്കൂളിൽ നിന്നും LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക VC വിൻസി സമ്മാന വിതരണം നടത്തി. LSS ചുമതലയുള്ള അധ്യാപകൻ ഗ്രിഗർ ചുങ്കത്ത്, വിദ്യാർത്ഥികളായ VS അനഘനന്ദ, ദയ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വിജയാഘോഷ റാലിയുമുണ്ടായി. അധ്യാപകരായ ജാൻസി അലി, സിമി എന്നിവർ നേതൃത്വം നൽകി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ലയൺസ് ക്ലബ്ബ് തിരുവെങ്കിടം ALP സ്കൂളിൽ വൃക്ഷത്തൈ നട്ടു. പ്രധാനാധ്യാപിക ബെനി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് ജാഗ് അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ OT സൈമൺ, KB ഷൈജു, ശിവദാസൻ മുല്ലപ്പള്ളി, CD ജോൺസൺ, പോളി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം 3-ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം മുഖ്യപീടികയിൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മുൻ മെമ്പർ PV കൃഷ്ണൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷെഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കല്യാണി S നായർ, NA മുഹമ്മദ് അലി, NU വീരാൻകുട്ടി, KS സലാം, മഹേഷ് തിപ്പിലശ്ശേരി, OS വാസുദേവൻ എന്നിവർ സംസാരിച്ചു. വാഗ മാലതി UP സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ പൊതുയോഗവും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾക്കും USS ജേതാക്കളായ വിദ്യാർത്ഥികൾക്കും അനുമോദനവും സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് EO സോജൻ അധ്യക്ഷനായിരുന്നു. പ്രധാന അധ്യാപിക സ്മിത, സ്കൂൾ മാനേജർ വാസന്തി സതീശൻ, മിനി, MPTA പ്രസിഡന്റ് സിമി എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റായി മികച്ച സേവനം കാഴ്ചവെച്ച EO സോജന് ഉപഹാരം സമ്മാനിച്ചു. ചാലിശ്ശേരി കുന്നത്തേരി TP ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാല യുവജനവേദിയുടെ നേതൃത്വത്തിൽ വായന പക്ഷാചരണ സമാപനവും ബഷീർ അനുസ്മരണവും സംഘടിപ്പിച്ചു. ഏകപാത്ര നാടകശില്പി ഗോപിനാഥ് പാലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി KK ദാസൻ അധ്യക്ഷനായി. ബാലവേദി അംഗങ്ങൾ അവതരിപ്പിച്ച കവിത, കഥ, ക്വിസ് എന്നിവയും രാജലക്ഷ്മി, അൻവിത ദാസ് എന്നിവർ ചേർന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പൂവൻപഴം എന്ന കഥയെ ആസ്പദമാക്കി ലഘുനാടകവും അവതരിപ്പിച്ചു. ഗായത്രി രാമകൃഷ്ണൻ വായനാനുഭവങ്ങൾ പങ്കുവച്ചു. യുവജനവേദി അംഗങ്ങൾ നേതൃത്വം നൽകി. പുന്നൂർകുളം മർച്ചന്റ്സ് അസോസിയേഷൻ 45-ാം വാർഷികവും കുടുംബസംഗമവും വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി സഹായ വിതരണവും ചൊവ്വാഴ്ച നടക്കും. പരൂർ ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിൽ ഉച്ചതിരിഞ്ഞ് 3:30 നടക്കുന്ന ചടങ്ങിൽ വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മോട്ടിവേഷൻ ട്രെയിനർ സെയ്ദ് ഹാരിസ് ക്ലാസ് എടുക്കും. 18.5 ലക്ഷം രൂപയുടെ കുടുംബ സുരക്ഷാ ഫണ്ട് വിതരണം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് നിർവഹിക്കും. പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ അധ്യക്ഷത വഹിക്കും. ആദരിക്കൽ, വിദ്യാഭ്യാസ അവാർഡ്ദാനം, ശിവജി ഗുരുവായൂർ അവതരിപ്പിക്കുന്ന അച്ഛൻ എന്ന നാടകം, സ്നേഹവിരുന്ന് എന്നിവയും നടക്കും. ജില്ലാ സെക്രട്ടറി MK പോൾസൺ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ജോജി തോമസ് എന്നിവർ പങ്കെടുക്കും.
കുന്നംകുളം ഇന്നർ വീൽ ക്ലബ്ബ് വാർഷിക യോഗവും തെരഞ്ഞെടുപ്പും നടത്തി. പെരുമ്പിലാവ് KR ഇൻ മീറ്റിംഗ് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് മിനി മോൺസിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയായി. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പുതിയ പ്രസിഡന്റായി നിഷ റോസിനെ തെരഞ്ഞെടുത്തു. ബ്രിജിനി ഡെന്നി വൈസ് പ്രസിഡന്റ്, സുനിത വേണുഗോപാലൻ സെക്രട്ടറി, പുഷ്പ ബാലൻ ട്രഷറർ, ഡോക്ടർ രമ മുകേഷ് ISO, സീമ അനിൽ എഡിറ്റർ എന്നിവരും 2025-26 വർഷത്തെ ഭാരവാഹികളായി സ്ഥാനമേറ്റു. ക്ലബിന്റെ ഈ വർഷത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കടവല്ലൂർ വട്ടമാവ് ഉന്നതിയിലെ രുക്മിണിക്ക് വീടിന്റെ അറ്റകുറ്റപ്പണിക്കായി സാമ്പത്തിക സഹായം നൽകി. യോഗത്തിന് ജീന ജിജു നന്ദി പറഞ്ഞു. എടക്കഴിയൂർ പഞ്ചവടി ഷാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടത്തി. വാർഡ് മെമ്പർ ഷമീം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഷാസ് സെക്രട്ടറി ഹനീഫ ഊക്കയിൽ അധ്യക്ഷത വഹിച്ചു. പുന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ മുഖ്യാതിഥിയായി. അംഗൻവാടി അധ്യാപകരായ ദേവു, തങ്കമണി എന്നിവർ സംസാരിച്ചു. ദിലീപ് വാക്കയിൽ സ്വാഗതവും ഷാസ് ട്രഷറർ TK അലി നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 116 രൂപ. ചരമം മൂക്കുതല സ്കൂളിലെ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ പൊന്നരാശ്ശേരി കരുണാകരൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9-ന് ഈശ്വരമംഗലം ശ്മശാനത്തിൽ നടക്കും. പുഷ്പവല്ലിയാണ് ഭാര്യ. ഹരിലാൽ, ഹൃദ്യ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൽദായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം കാലം ചെയ്തു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിടവാങ്ങുന്നത് ആത്മീയാചാര്യൻ, സഭാതലവൻ, സാംസ്കാരിക നേതാവ്, സഭാ ചരിത്ര ഗവേഷകൻ, ഗ്രന്ഥകർത്താവ്, സുറിയാനി ഭാഷാപ്രേമി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹായിടയൻ. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ രാവിലെ നടത്താൻ നിശ്ചയിച്ചിരുന്ന ക്ഷേത്ര ദർശനം ഉച്ചയ്ക്ക് നടത്തിയാണ് മടങ്ങിയത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ചത്തെ സൂചനാ ബസ് സമരത്തിന് മാറ്റമില്ല. സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുമായി മുന്നോട്ടു പോകുന്നത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 22 മുതൽ അനിശ്ചിതകാല പണിമുടക്കെന്നും സമരസമിതി. മന്നലാകുന്നിലെ വെള്ളക്കെട്ട് നിർമ്മാർജ്ജനം എങ്ങുമെത്തിയില്ല. ഞായറാഴ്ച രാത്രിയിലുണ്ടായ മഴയിൽ സർവീസ് റോഡിൽ വെള്ളം കയറി ഗതാഗതം നിലച്ചു. പ്രദേശത്തെ വീടുകളിലുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. BJPയുടെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.